ഇത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പൊന്നാനി തീരദേശം എന്നൊന്നും ഉണ്ടാവുകയില്ല. ഇത് നേരെ ഹൈവേ വരെ കടൽ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു 50 മീറ്റർ വീതിയിലുള്ള പ്രദേശമെങ്കിലും കടലെടുത്തു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞ ഒരു 1.5 ദശകത്തിനിടയിൽ കടൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പൊന്നാനി തീരദേശം എന്നൊന്നും ഉണ്ടാവുകയില്ല. ഇത് നേരെ ഹൈവേ വരെ കടൽ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത്. ഇതൊരു ശാശ്വത പരിഹാരമാണ് ഇതിന് വേണ്ടത്. അത് ഒരു കടൽ ഭിത്തിയാണ് ഇതിന് വേണ്ടത്. കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി നിയോജകമണ്ഡലത്തിലെ തീരദേശം. അവിടെ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഭാഗികമായെങ്കിലും ഇത്തരത്തിലൊരു കല്ല് കൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു കടൽ ഭിത്തി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഈ ബജറ്റിൽ 3 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തുകയും മിച്ചം വരുന്ന തുക നബാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെയുള്ള കടൽ ഭിത്തി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു DPRന്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. DPR അന്തിമമായാൽ നബാർഡിൻ്റെ പ്രപ്പോസലിൽ അത് ഉൾപ്പെടുത്തി ഇവിടെ ഒരു കടൽ ഭിത്തി ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ അതിന് 1 വർഷത്തിലധികം എടുക്കും. അതിൻ്റെ പണി പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു 2 വർഷം എടുക്കും. അത്രയും കാലം തീരദേശവാസികളെ ഇങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കുക വയ്യ എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ മൺസൂൺ കാലത്ത് തന്നെ ഈ വിഷയത്തിലൊരു ഇടപെടൽ നടത്താൻ ചില കമ്പനികളെയൊക്കെ വ്യക്തിഗതമായിട്ട് MLA എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരുടെ CSR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ഒരു കടൽ ഭിത്തി പണിയാനുള്ളൊരു സാഹചര്യം ചെറിയ തുകകളാണ് കിട്ടുമെങ്കിൽ പോലും 1 കോടിയിൽ താഴെയുള്ളൊരു തുകക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടിയാലുടൻ 1 മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് ഇപ്പോഴുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടലും ഒരു പരിഹാരവും. അതിനുള്ള പണികളും പ്രവൃത്തികളും പുരോഗമിക്കുന്നു. 1 മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു താൽക്കാലികമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടലെടുത്ത് പൂർണ്ണമായും തകർന്ന വീടുകളിലെ കുടുംബങ്ങൾ പലരും വാടക വീടുകളിലേക്കാണ് താമസം മാറിയിട്ടുള്ളത്. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള വല്ല പദ്ധതിയും അല്ല, ഇവിടെ പുനരുദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ പുനർഗേഹം പദ്ധതികൾ അതിന്റെ ഭാഗമാക്കാൻ ഇവരെ എങ്ങനെ അതിന്റെ ഭാഗമാക്കാൻ പറ്റുമെന്നുള്ളത് മുനിസിപ്പാലിറ്റിയായിട്ട് ഈ തിങ്കളാഴ്ച നാളെ തന്നെ ഞാൻ ചർച്ച നടത്തുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറി ചെയർമാനുമായിട്ട് കൂടിക്കാണുന്നുണ്ട്. അതിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ നിലവിലുള്ള പുനർഗേഹം തന്നെ നമ്പർ കിട്ടാതെ പലതരത്തിലുള്ള നിയമക്കുരുക്കുകൾ, അവിടുത്തെ സാനിറ്റേഷൻ പ്രശ്നം, സെപ്റ്റിക് ടാങ്ക് പ്രശ്നം, അതിൻ്റെയൊക്കെ കറണ്ടിൻ്റെ ബില്ലടക്കാൻ ആളില്ല, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ തീരദേശത്ത് മാറ്റി താമസിക്കേണ്ടി വന്ന ആളുകൾക്ക് താൽക്കാലികമായി വാടക വീടുകളിൽ താമസിക്കാനും അതിൻ്റെ വാടക കൊടുക്കാനൊക്കെയുള്ള സർക്കാരേതര കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കുന്നത്. സർക്കാർ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴേക്കും അവർ അടുത്ത വാടക വീട്ടിലേക്ക് മാറാൻ സമയമാവും എന്നുള്ളതുണ്ട്. ഇതൊക്കെ മണിക്കൂറുകൾ കൊണ്ട് ഇടപെടേണ്ട വിഷയങ്ങളാണ്. അത്തരം വീടുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നാളെ തന്നെ ആ വീട്ടുകാരുമായി സമ്പർക്കം പുലർത്തി നിലവിലുള്ള വാടക വീട്ടിൽ അവർക്ക് 2 മാസമെങ്കിലും കഴിയാനുള്ളൊരു സാഹചര്യം ഒരു നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഉണ്ടാക്കുവാൻ ഞാൻ മുൻകൈ എടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഹാർബർ എഞ്ചിനീയറിംഗ്, ഇറിഗേഷൻ പോലുള്ള വകുപ്പുകളാണ്, സർക്കാർ വകുപ്പുകളാണ്, അല്ലാതെ പുറത്തുള്ള ആളുകളല്ല. അവരുടെ ഒരു DPR ആണ്. നമ്മൾ അതിൻ്റെ ഒരു മുറപ്രകാരം മൂവ് ചെയ്ത് അത് നബാർഡിൻ്റെ ഈ വർഷത്തെ അലോക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്.